കേന്ദ്ര ബജറ്റിൽ നിന്നും പുറത്തായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാന ബജറ്റിൽ കാര്യമായ പ്രതീക്ഷയർപ്പിക്കുന്നു. വിഴിഞ്ഞത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികൾക്കായി പ്രത്യേക പാക്കേജുകൾ ബജറ്റിലുണ്ടായേക്കും. വിഴിഞ്ഞം നവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനും വിഴിഞ്ഞത്ത് നിന്നും ബാലരാമപുരം വരെയുള്ള ഭൂഗർഭ റെയിൽ പാത എന്നിവയ്ക്ക് ഫണ്ട് അനുവദിക്കുന്നതും തുറമുഖ വകുപ്പ് ഉറ്റുനോക്കുന്നുണ്ട്. രാജ്യത്തിന്റെ തുറമുഖ കവാടം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ നൽകിയെങ്കിലും വിഴിഞ്ഞത്തിന് 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം കേന്ദ്ര ബജറ്റിൽ ഇടം പിടിച്ചില്ല. ഇതോടെ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വമ്പൻ പദ്ധതികളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ചുമതല മാത്രമായി മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ സാമ്പത്തിക ഇടനാഴിയാണ് ഇതിൽ പ്രധാനം. 1456 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ടൗൺഷിപ്പ്, റെസിഡൻഷ്യൽ മേഖല, വ്യവസായ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഇതിന് വമ്പൻ നിക്ഷേപങ്ങൾ ആവശ്യമാണ്. 3 ലക്ഷം കോടി രൂപയുടെയെങ്കിലും നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് വേണ്ട പ്രാരംഭ നടപടികൾ തുടങ്ങാനുള്ള പ്രത്യേക പാക്കേജ് മാത്രമേ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കണം. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. റോഡിനോട് ചേർന്ന് തുടങ്ങുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ സംബന്ധിച്ച കാര്യങ്ങളും ബജറ്റിൽ ഉണ്ടാവുമോ എന്നതും പ്രധാനമാണ്. വിഴിഞ്ഞം തുറമുഖം 1ാം ഘട്ടം പൂർത്തിയാകുന്ന മുറയ്ക്ക് കേരളം നൽകേണ്ട തുകയുടെ ഏകദേശം അദാനി ഗ്രൂപ്പിന് കൈമാറിക്കഴിഞ്ഞു. ഇനിയുള്ളത് സംസ്ഥാനം നൽകേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ ബജറ്റിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിരുന്നില്ല. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.